എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ആത്മീക ശുശ്രൂഷയ്ക്കകത്ത് നാം കേട്ടിട്ടുള്ള ആഹ്വാനങ്ങളിൽ നിന്ന് വിപരീതമാണിത്. ദൈവം ഉപകാരം ചെയ്തതുകൊണ്ട് സ്തോത്രം ചെയ്യ്, ഹല്ലേലൂയ പറ, കൈ ഉയർത്തുക എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളാണ് നാം കേട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നാം വിപരീതമായി കേൾക്കുന്നു, ദൈവം ഉപകാരം ചെയ്തതുകൊണ്ട് സ്വസ്ഥമായിരിക്കണം. അതിൻ്റെ അർത്ഥം ദൈവം ഉപകാരം ചെയ്തിട്ടും ദൈവസന്നിധി വന്ന് പാടുകയോ പ്രാർത്ഥിക്കുകയോ കൈ ഉയർത്തുകയോ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയോ ചെയ്യാതെ മൗനം പാലിക്കണം എന്നുള്ളതല്ല. ദൈവം ഉപകാരം ചെയ്തിട്ടും ദൈവസന്നിധി വന്ന് അത് മറന്ന് അസ്വസ്ഥതകളുണ്ടാക്കി സ്വസ്ഥത കളഞ്ഞ് ആത്മീയ അന്തരീക്ഷം ഇല്ലാതാക്കിയിരിക്കരുത്. പകരം മനസ്സിനെ ശാന്തമാക്കി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ചെങ്കടലിൻ്റെ മുമ്പിലെത്തിയ ഇസ്രായേൽ ജനം ഫറവോനെയും സൈന്യത്തെയും പുറകിൽ കണ്ടിട്ട് മുൻപിൽ നിൽക്കുന്ന ചെങ്കടലിനെ കണ്ടിട്ട് പരിഭ്രാന്തരായി പറഞ്ഞത്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ ചെങ്കടലിൻ്റെ മുമ്പിൽ തള്ളിയിടാൻ കൊണ്ടുവന്നത് എന്നാണ്. അതിൻ്റെ അർത്ഥം മുൻപ് നടന്ന ദൈവിക പ്രവർത്തികളെ മറന്ന്, മുൻപ് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മറന്ന് ചെങ്കടലിൻ്റെ മുൻപിലെത്തിയപ്പോൾ അവർ ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. ആ ആത്മീയ അന്തരീക്ഷത്തെ, ദൈവിക സാന്നിധ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നു. നമുക്കത് വിടാം. ദൈവാന്തരീക്ഷത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് ദൈവിക ഉപകാരത്തെ മറക്കാതെ ശാന്തമായി സ്വസ്ഥമായിരുന്ന് ദൈവത്തിൻ്റെ നന്മകളെ പ്രഖ്യാപിക്കുന്ന, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായി തീരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.